ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ബാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത് എന്നല്ലേ, നമ്മുടെ പുതിയൊരു സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ ഈ ഒരു സ്ഥലം നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ചെടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഒന്ന് രണ്ട് മരങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ 3 തെങ്ങുകളുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു സ്ഥലത്ത് ഉള്ളത്. എന്നാൽ ഈ ഒരു സ്ഥലം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നല്ലൊരു തോട്ടമാക്കി എടുക്കണം എന്നുള്ളൊരു പോയിന്റിലാണ് കേട്ടോ. അപ്പം ഇത് കണ്ടോ, കംപ്ലീറ്റ് കാട് കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ്. വാഴയൊക്കെ മറിഞ്ഞു വീണിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വലിച്ചു കെട്ടിയ കയറൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ, വാഴ വീണിട്ട്. ഇത് അപ്പുറത്തെ വാഴയാണ്, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. പിന്നെ ഇതാ ഇവിടെ ഒരു കശുമാവുണ്ട്. ഇതിങ്ങനെ പടർന്ന് വലുതായിട്ട് ഇരിക്കുകയാണ്. വളഞ്ഞിട്ടാണ് കേട്ടോ ഇത് വളർന്നിരിക്കുന്നത്. അപ്പം നടുവിൽ തന്നെയാണ്. ചിലപ്പം വീട് വെക്കാനൊക്കെ നമുക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് മാക്സിമം നമുക്കിവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കുക എന്നൊക്കെയാണ് കേട്ടോ ഉദ്ദേശം. അതിന് മുന്നേ ഇതാ ഇവിടെ കാട് കയറി കിടക്കുന്നത് കണ്ടില്ലേ. അപ്പം ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു മുന്നേ ഉള്ള ആളുകൾ. അപ്പം നമ്മൾ ഏകദേശം ഇവിടെയൊക്കെ ചില ദിവസങ്ങളിൽ വന്നിട്ട് ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയ ഒക്കെ നല്ല രീതിയിൽ കാട് കയറി കിടക്കുന്നുണ്ട്. അവിടെ കണ്ടോ, അവിടെ ഫുള്ള് മുള്ളാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ കൂമുള്ള് എന്നൊക്കെ പറയുന്ന ഒരു സൈസ് മുള്ളാണ്. അതൊരു ഔഷധച്ചെടിയാണെന്നും പറയുന്നുണ്ട്, പക്ഷേ ഭയങ്കര ഉപദ്രവകാരിയാണ്. നമ്മുടെ കയ്യിലൊക്കെ അതിൻ്റെ മുള്ള് കൊണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ദിവസം കാണും കേട്ടോ അതിൻ്റെ ആ ഒരു വേദനയും കാര്യമൊക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഒരു കാടൊക്കെ വെട്ടിപ്പോക്കാറുണ്ട്. കുറേ ഞാൻ എന്ത് ചെയ്തു, തീയിട്ടിട്ട് കത്തിച്ച് കളയാണ് കേട്ടോ ചെയ്തത്. വേനലാവുന്ന സമയത്ത് കുറേ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് വന്നിട്ട് തീയിട്ട് കത്തിച്ച് കളഞ്ഞു. അപ്പം കുറച്ച് കത്തും, പിന്നെ ബാക്കിയാവും. പിന്നെയുള്ള ദിവസങ്ങളിൽ വരാൻ നോക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ മഴയായിരിക്കും. മഴയാവുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ഒരു സാധനം പിന്നെയും നനയും, അപ്പം കത്തൂല. ഇപ്പോൾ ഇതാ വീണ്ടും പച്ചപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു ഏരിയ ഒക്കെ കത്തിച്ച് ആക്കി എടുത്തിട്ടുണ്ട്, നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടേക്ക് തീരെ പെരുമാറാതെ ഇടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക, അവിടെ വീണ്ടും ആ ഒരു ചെടികൾ മുളച്ച് വരും. അത് നമ്മുടെ കൃഷിയെ മൊത്തം എന്താ പറയുക, നശിപ്പിച്ച് കളയും. എന്നുവെച്ചാൽ അത് കൂടുതൽ വളർന്നു വരും എന്നുള്ളതാണ്. ഇതാ ഇവിടെയൊക്കെ ഒരുപാട് കൂവയുണ്ടല്ലോ, അത് മുളച്ചിട്ടുണ്ട്. നാടൻ കൂവയാണ്. പിന്നെ ഞാൻ നേരത്തെ ഈ ഒരു ഏരിയ ഒക്കെ കുറച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ കുറേ പപ്പായ തൈകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അതിരിലൂടെ ഇങ്ങനെ നമ്മൾ കവുങ്ങിൻ തൈകളാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നാളെ നമുക്ക് ഈ ഒരു സ്ഥലത്തു നിന്ന് എന്തെങ്കിലും ഏണിങ്സും ബെനിഫിറ്റും ഒക്കെ കിട്ടണമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കവുങ്ങിൻ തൈകളും തെങ്ങിൻ തൈകളൊക്കെ നമ്മൾ മാക്സിമം നടും. ആകെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, എങ്കിലും നമ്മൾ അതിനനുസരിച്ച് ഒരു കാൽക്കുലേഷൻ നടത്തിയിട്ട് കാര്യങ്ങളൊക്കെ വെക്കും. അപ്പോൾ അത്രയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പം കുറച്ച് സമയമൊക്കെ കിട്ടുള്ളൂ കേട്ടോ. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ മഴക്കാറൊക്കെ ഉണ്ട്. ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് കൃഷിപ്പണികളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. അപ്പം ആ ഒരു ചെയ്തു വെച്ചതിൻ്റെ ബാക്കിയുണ്ടല്ലോ, അത് നമ്മൾ കുറച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ നമുക്ക് മൊത്തം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ തൈകളൊക്കെ നടണമെങ്കിൽ അതെടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് വെക്കുന്ന സ്ഥലം നമ്മൾ ക്ലീൻ ചെയ്യുമല്ലോ, അപ്പോൾ അവിടെ ക്ലീനായി കിട്ടും. ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പൈനാപ്പിൾ തൈകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട്. അവിടെ ഒരു പൈനാപ്പിൾ തൈ ഉണ്ട്, അതിലൊരു പൈനാപ്പിൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പാകമാകുന്ന സമയത്ത് പറിക്കണം, അത് ഞാൻ കാണിക്കാം. ഇതാ ഇവിടെ നമ്മുടെ വണ്ടിയിൽ സെറ്റപ്പൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാ കവുങ്ങിൻ തൈകളാണ്. കിളിയടക്ക എന്ന് പറയുന്ന ഒരു സൈസ് അടക്കയുണ്ട് നമ്മുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു അടക്കൻ്റെ തൈകളാണിത്. പിന്നെ കുറച്ച് വാഴക്കന്നുകളുണ്ട്, നാടൻ വാഴ ഇനമാണ്. പിന്നെ അതാ വീണ്ടും പപ്പായ തൈകളുണ്ട്. അന്ന് നമ്മൾ കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വരിക്ക് നേരെ നട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇത്രയാണ് കേട്ടോ ഉള്ളത്. താങ്ക് യു.